കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കി നിയമസഭ. കേന്ദ്ര സമീപനം അടിയന്തരമായി തിരുത്തണമെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിലും കേരളത്തോട് നിരന്തരം കാട്ടുന്ന അവഗണനയിലും ആശങ്ക അറിയിച്ചാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി ഒരു രാജ്യത്തിനും അഭിമാനത്തോടെ ഉയർന്നേൽക്കാനാവില്ലെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ബജറ്റ് ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. നികുതി വരുമാനത്തിന്റെ നിലവിലെ വിഹിതം പശ്ചാത്തല സൗകര്യ വികസനത്തിന് നീക്കിവെക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ നയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സംസ്ഥാനത്തിന്റെ കമ്പോള വായ്പാ പരിധി വെട്ടിക്കുറക്കുകയാണ് യൂണിയൻ സർക്കാർ. സാമ്പത്തിക വർഷത്തിന്റെ അന്ത്യഘട്ടത്തിൽ ക്ഷേമപ്രവർത്തനങ്ങളെയും പശ്ചാത്തല വികസന സൗകര്യ ഉദ്യമങ്ങളെയും തുരങ്കം വെക്കുന്ന ഈ കേന്ദ്ര നടപടികൾ കേരളത്തോട് പുലർത്തിവരുന്ന പ്രതികാര ബുദ്ധിയുടെ തുടർച്ചയാണ് എന്നത് നിസ്തർക്കമാണ്. 2 പതിറ്റാണ്ടായുള്ള കേരളത്തിന്റെ ആവശ്യമായി എയിംസ് അനുവദിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രകൃതി ദുരന്തത്തിൽ മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലെന്നും പ്രമേയം വിമർശിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കിയത്. BJPയെ വിമർശിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം പ്രമേയത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് മന്ത്രി MP രാജേഷ്. ഞങ്ങൾ LDF ഗവൺമെന്റിന്റെ മാത്രം പ്രതിപക്ഷമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ആകെ പ്രതിപക്ഷമാണ്. ജനങ്ങളുടെ എതിർപക്ഷത്താണ് തങ്ങൾ നിൽക്കുന്നത്. BJP ഗവൺമെന്റിനൊപ്പമാണ്. കേരളത്തിനൊന്നും നൽകേണ്ടതില്ല എന്ന BJPയുടെ അഭിപ്രായം പ്രതിപക്ഷവും പങ്കുവച്ചിരിക്കുകയാണ്. പ്രമേയത്തിൽ സർക്കാർ കൂടിയാലോചനകൾ നടത്തിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറുപടി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.